എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയായ KTU, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇവരുടെ പുതിയ സ്കീം ആൻഡ് കരിക്കുലം 2024 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ബാധകമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ പഠനം തുടങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ മറ്റുള്ള ഇതിൽ താല്പര്യമുള്ള ആർക്കായാലും മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ 3-4 പാർട്ടുകളായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ, കരിക്കുലം, സിലബസ് തുടങ്ങിയവ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എൻ്റെ പേര് ദിനേശ് ബാബു. ഞാൻ അസോസിയേറ്റ് പ്രൊഫസറായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഇപ്പോൾ അഡ്ജങ്ക്ട് ഫാക്കൽറ്റി ആയി SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കറുകുറ്റിയിൽ സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും 141 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോൾ ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിലും അതിനോട് തന്നെ തത്തുല്യമായ 3 എയ്ഡഡ് കോളേജുകളും പിന്നെ ഗവൺമെന്റ് മേഖലയിലുള്ള സ്വാശ്രയ കോളേജുകൾ IHRD, കേപ്പ് തുടങ്ങിയ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, SCT, അത് KSRTC മാനേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള പബ്ലിക് സെക്ടർ കോളേജുകൾ, അതുകൂടാതെ പ്യുവറായിട്ട് പ്രൈവറ്റ് മേഖലയിലുള്ള മെജോറിറ്റി എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ള വിവരം എല്ലാവർക്കും അറിയുമല്ലോ. ഇവയെല്ലാം അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അഥവാ KTU. ആദ്യം ഇതിന് വന്ന പേരാണ് KTU. യഥാർത്ഥ പേര് യൂണിവേഴ്സിറ്റിയുടെ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കലാം സാറിന്റെ പേര് ചേർത്തിട്ട് യൂണിവേഴ്സിറ്റി 2015 മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ബിടെക് ആണ് അത് ഓഫർ ചെയ്യുന്ന ഒരു പ്രധാന പ്രോഗ്രാം. കൂടാതെ MTech, MCA തുടങ്ങിയ മറ്റുള്ള ടെക്നോളജിക്കലായിട്ടുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള പ്രോഗ്രാമുകളും ഈ യൂണിവേഴ്സിറ്റി വളരെ വിജയകരമായിട്ട് ഓഫർ ചെയ്തു വരുന്നു. ഇവിടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാര് നാടൻ ഭാഷയിലെ കോഴ്സ് എന്ന് പറയുന്ന പോലെ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് CETയിൽ ചേർന്നു എന്ന് ഒരാൾ പറയുമ്പോൾ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷ. പക്ഷെ നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ചില ടെക്നിക്കലായിട്ടുള്ള പദങ്ങളുണ്ട്. നമ്മൾ നാടൻ ഭാഷയിൽ പഠിക്കുന്ന ആ ഡിഗ്രി കോഴ്സിന് പറയുന്ന പേര് ഡിഗ്രി പ്രോഗ്രാം എന്നാണ്. ഇവിടെ BTech ആണ് ഡിഗ്രി, ബാച്ചിലർ ഓഫ് ടെക്നോളജി. ഞാൻ ഈ കാണിച്ച് തന്നിരിക്കുന്ന റെഫറൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. KTU എന്ന് പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ 3 അക്ഷരം അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഇനി മുതൽ വിദ്യാർത്ഥികളും അതുപോലെ പാരൻസും ഈ KTU സൈറ്റ് സന്ദർശിക്കുന്നത്, നിത്യസന്ദർശകരായാൽ ഏറ്റവും നല്ലത് ശീലമാക്കുക. കാരണം ഇത് ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാം. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ നോട്ടീസ് അടിച്ചോ ഈവൻ പത്ര റിപ്പോർട്ടുകളിലൂടെയോ ഇവരുടെ കാര്യങ്ങൾ
അവതരിപ്പിക്കുന്നില്ല. 2015 നിലവിൽ വന്ന അന്ന് മുതൽ വളരെ വിജയകരമായിട്ട് നല്ലൊരു പേപ്പർലെസ് യൂണിവേഴ്സിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓൺലൈനായിട്ടാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും, മാർക്ക് ശേഖരിക്കലും അത് കണക്ക് കൂട്ടലും അവസാനം ഗ്രേഡ് കാർഡായിട്ട് തരുന്നതും ഡിഗ്രി തരുന്ന നിമിഷം വരെ അത് പ്രിന്റ് എടുക്കാൻ, ഗ്രേഡ് കാർഡും ഡിഗ്രി സർട്ടിഫിക്കറ്റും പ്രിന്റ് എടുക്കാൻ മാത്രമേ പേപ്പർ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ആൻസർ ബുക്ക്, പേപ്പർ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് നമ്മുടെ KTU നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളായാലും പാരൻസ് ആയാലും മറ്റുള്ള ഇതിൽ താല്പര്യമുള്ള കക്ഷികളായാലും KTU സൈറ്റ് ദിനം തോറും സന്ദർശിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അതിൽ പല ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് അറിയാൻ, വിവരങ്ങൾ അറിയാൻ സാധിക്കും. എൻ്റെ റെഫറൻസ് നമ്പർ, ഇമെയിൽ ID, പിന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ പാർട്ടിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ BTech പ്രോഗ്രാമിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ഈ ഫസ്റ്റ് പാർട്ടിൽ BTech 2024 സ്കീമിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ 2015 മുതൽ 4 വർഷത്തേക്ക് ഒരു പ്രത്യേക നിയമങ്ങൾ, അതുപോലെ കരിക്കുലം, അത് എൻ്റെ അടുത്ത പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. കരിക്കുലം എന്ന് വെച്ചാൽ പാഠ്യക്രമം, കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് നിർവചിച്ചിട്ടുള്ള മാർഗരേഖയാണത്. അതുപോലെ സിലബസും പിന്നെ ഇത് ഡിഗ്രി അവാർഡ് ചെയ്യുന്ന നിയമങ്ങളും എല്ലാം പരിഷ്കരിച്ചു കൊണ്ടിരിക്കും യൂണിവേഴ്സിറ്റി. 2015 മുതൽ ഒരു പ്രത്യേക നിയമം ആധാരമാക്കി 4 വർഷത്തേക്ക് പ്രോഗ്രാം നടന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ എഞ്ചിനീയേഴ്സ് ആയിട്ട് പുറത്തിറങ്ങി പല പല സ്ഥാനങ്ങളിൽ വളരെ വിദഗ്ധമായിട്ടുള്ള എടുത്തു പറയത്തക്ക നല്ല പൊസിഷൻസിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് 2019 ഒരു റിവിഷൻ ഇതിലെല്ലാം, സ്കീമിലും കരിക്കുലത്തിലും സിലബസിലും എല്ലാം ഉണ്ടായി. ഒരുപാട് ചേഞ്ചസ് അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരുപാട് സിമിലാരിറ്റീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് 2015ഉം 2019 സ്കീമുമായിട്ട്. പക്ഷേ ഇനി ഈ വർഷം മുതൽ 2024 മുതൽ നടന്നിരിക്കുന്ന സിലബസ് സ്കീം പരിഷ്കരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് പഠിക്കാൻ ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമുക്ക് ഇന്നത്തെ ഈ പാർട്ടില് ഞാൻ ആവർത്തിക്കുന്നു, BTech പ്രോഗ്രാമിനെ കുറിച്ചാണ്. നമ്മുടെ സാധാരണക്കാര് BTech കോഴ്സ് എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ BTech കമ്പ്യൂട്ടർ സയൻസ്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ചിലപ്പോൾ പേരിന്റെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ബ്രാഞ്ചുകളായിട്ട് തന്നെ അവിടെ നിർവചിച്ചിട്ടുണ്ടാവും. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഇങ്ങനെ പല പല പ്രോഗ്രാംസ് ആണ് BTechല്. അത് ശരിക്കും BTech പ്രോഗ്രാം ഡിസിപ്ലിൻ എന്നാണ് അതിനെ പറയുന്നത്, ഈ ബ്രാഞ്ചിന്റെ പേരിന്. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആണ്, BTech എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഈ BTech പ്രോഗ്രാം ഇന്ത്യയിൽ ഒട്ടാകെ 8 സെമസ്റ്റർ ഡ്യൂറേഷൻ ഉള്ളതാണ്. 8 സെമസ്റ്റർ കൊണ്ട് പഠിച്ചെടുക്കേണ്ടതാണ്. ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 6 മാസ കാലയളവാണ്. അപ്പൊ 6 മാസം, 6 മസ് എന്നുള്ള വാക്കാണ് സെമസ്റ്റർ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ സെമസ്റ്റർ കാലയളവിൽ നമുക്ക് പഠനവും അതുപോലെ പരീക്ഷ ഇവാലുവേഷനും അതിന്റെ റിസൾട്ട് പ്രഖ്യാപനവും ഒക്കെ നടത്തി എടുക്കേണ്ട ഒരു കാലയളവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ അടുത്ത ഒരു സ്ലൈഡിൽ കാണാൻ സാധിക്കും. ഇവിടെ ഓരോ സെമസ്റ്ററിലും 8 സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മനസ്സിലാവും 4 വർഷമാണ് അതിന്റെ കാലയളവ്. 4 വർഷത്തിൽ വരുന്ന 2 വീതമുള്ള സെമസ്റ്ററുകൾ. ഓരോ സെമസ്റ്ററിലും ഒരു വിദ്യാർത്ഥിക്ക് ശരാശരി പഠിക്കുവാൻ 6 തിയറി കോഴ്സുകളും, ഇവിടെയാണ് നമ്മൾ കോഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് സബ്ജക്റ്റ് എന്ന് സാധാരണക്കാർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പേപ്പർ എന്നും ഇതുവരെ നമ്മൾ സാധാരണക്കാര് ലേമാൻ ഉപയോഗിച്ച വാക്കാണ്. അത് ഇവിടെ പറയുന്നത് കോഴ്സ് എന്നാണ്. അപ്പോൾ 6 തിയറി കോഴ്സുകളും 2 പ്രാക്ടിക്കൽസും,
ലബോറട്ടറിയോ വർക്ക്ഷോപ്പോ. ഫസ്റ്റ് ഇയറിലെ വർക്ക്ഷോപ്പ് ആയിരിക്കും അത്. തേർഡ് സെമസ്റ്റർ മുതൽ അത് ലബോറട്ടറീസ് ആയിരിക്കും. ലബോറട്ടറി പ്രാക്ടിക്കൽ കോഴ്സുകളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ശരാശരി വരുന്നത്. ഒരു സെമസ്റ്ററിൽ അപ്പോൾ 6 തിയറി കോഴ്സുകളും 2 പ്രാക്ടിക്കൽസും പഠിക്കുവാനുണ്ടാവും. അതിന് എല്ലാം ഒരു ഇന്റേണൽ അസസ്മെന്റും ഉണ്ടാവും. എക്സ്റ്റേണൽ ആയിട്ട് യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തി മാർക്കിട്ട് വിലയിരുത്തലും ഉണ്ടാകും. ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് ഈ സ്കീമിൽ ശ്രദ്ധിക്കണം, 40 മാർക്കാണ് ഇവിടെ നിർവചിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി നടത്തുന്ന സെമസ്റ്ററിന്റെ ഒടുവിലുള്ള എക്സാമിനേഷൻ, അതാണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതിന് ESE എന്ന് പറയും. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നടത്തുന്നത് 60 മാർക്കിലാണ്. ഔട്ട് ഓഫ് 60 ആണ് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ ഓരോ വിഷയത്തിലും ഓരോ കോഴ്സിനും 100 മാർക്കിലായിരിക്കും നമ്മൾ വിദ്യാർത്ഥികൾ മാർക്ക് കരസ്ഥമാക്കാൻ പോകുന്നത്. അപ്പൊ 40 മാർക്ക് സെഷണൽ മാർക്ക് അഥവാ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, CIE എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ അതിനുള്ള മൂന്നാമതൊരു പേരാണിത് ഇന്റേണൽ അസസ്മെന്റ്. ഇന്റേണൽ ആയിട്ട് അതാത് കോളേജുകളിലെ അധ്യാപകർ തന്നെ, വിഷയം പഠിപ്പിക്കുന്ന കോഴ്സ് ഓഫർ ചെയ്യുന്ന അധ്യാപകർ തന്നെ വിലയിരുത്തി കണക്കുകൂട്ടിയിടുന്ന മാർക്ക്, അതാണ് ഈ ഇന്റേണൽ അസസ്മെന്റ് മാർക്ക്. എക്സ്റ്റേണൽ മാർക്ക് അഥവാ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാർക്ക്, അഥവാ അതിനും ഈ 3 പദങ്ങളുള്ളത്. ESC മൂന്നാമത്തെ വാക്ക്, എൻഡ് സെമസ്റ്റർ എക്സാം മാർക്ക് എന്ന് പറയുന്നത് 60ലാണ്. അത് ഈ ഒരു സ്കീമിൽ 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ള ഒരു എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആയിട്ടാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അത് ഒരേ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് തന്നെ എല്ലാ കോളേജുകളിലും ആ പരീക്ഷ നടത്തപ്പെടും. എന്നിട്ട് അത് പല സെന്ററുകളിലേക്ക് പരീക്ഷാ പേപ്പറുകൾ മാറ്റിയിട്ട് പല അധ്യാപകരും, അതായത് നേരിട്ട് പഠിപ്പിച്ച അതേ കോളേജിലെ അധ്യാപകനായിരിക്കില്ല ഒരിക്കലും ആ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. അത് വേറെ കോളേജിലെ വേറെ ആ വിഷയങ്ങളിൽ തന്നെ എക്സ്പെർട്ടായിട്ടും പഠിപ്പിച്ചിട്ടും ഉള്ള വേറെ അധ്യാപകരാണ് ഈ യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറുകൾ വാല്യൂ ചെയ്യുക. ഇന്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ചേർന്നിട്ടുള്ള കോളേജുകളിൽ അതാത് HOD പ്രിൻസിപ്പൾ തീരുമാനിച്ച് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റ് അലോട്ട് ചെയ്ത് ടൈം ടേബിൾ നൽകിയിട്ടുള്ള അധ്യാപകർ ഇന്റേണൽ ആയിട്ട് പഠിപ്പിക്കുകയും ഇവാലുവേഷൻ നടത്തുകയും ചെയ്യും. അത് ക്ലാസ് ഡ്യൂറേഷൻ സമയത്തായിരിക്കും. 4 മാസക്കാലമാണ് ഒരു ക്ലാസ് നടക്കുന്നത്. 6 മാസം ഡ്യൂറേഷനുള്ള സെമസ്റ്ററിൽ 4 മാസക്കാലം ക്ലാസ് നടക്കും. ബാക്കി കാലമാണ് പരീക്ഷയും പ്രാക്ടിക്കൽ എക്സാമും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ 40 മാർക്കില് സെഷണൽ മാർക്കില് ഇന്റേണൽ ആയിട്ടുള്ള ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. അത് ഓരോന്നിനും എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രോഗ്രാംസ് ഒക്കെ ക്രെഡിറ്റ് ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്. എന്ന് വെച്ചാൽ മാർക്കല്ല കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടികൾ എഴുതി നേടുന്നത് മാർക്കിൽ തന്നെ ആ മാർക്കിനെ ക്രെഡിറ്റുകളായിട്ട് മാറ്റുന്നതായിരിക്കും. അപ്പൊ ക്രെഡിറ്റിൽ ഗ്രേഡുകളും ഗ്രേഡ് പോയിന്റുകളുമായിട്ടായിരിക്കും റിസൾട്ടിൽ വരുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓരോ വിഷയവും ഓരോ കോഴ്സും ഇവിടെ പഠിക്കുന്ന ഓരോ സെമസ്റ്ററിലെ ഓരോ കോഴ്സും ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്. ഏകദേശം 55 വിഷയങ്ങളോളം 8 സെമസ്റ്റർ കാലയളവിൽ ഏകദേശം അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചില വിഷയങ്ങളെ നമ്മൾ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൂട്ടുന്നത് കൊണ്ട്, ക്രെഡിറ്റ് ലെസ് എന്നൊക്കെ വരുന്നത് കൊണ്ട് ആണ് ഏകദേശം ഞാൻ പറഞ്ഞത്. അപ്പൊ 55 വിഷയങ്ങളോളം പഠിക്കാനുണ്ട് നമുക്ക് ഈ 8 സെമസ്റ്റർ കാലയളവിൽ. അതിൽ ഓരോന്നും ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ മാത്സ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത് അത് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, പണ്ട് പഠനത്തിൽ നമുക്ക് ഗ്രൂപ്പ് സംവിധാനം ഉണ്ടായിരുന്നു. ഒരു വിഷയത്തിൽ തോറ്റാൽ ആ ഗ്രൂപ്പ് മൊത്തമായിട്ട് പഠിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഓരോ വിഷയത്തിന്റെ ഓരോ കോഴ്സിന്റെയും ഇന്റേണൽ അസസ്മെന്റ്, അതിൽ നേടേണ്ട അറ്റൻഡൻസ്, ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ അതിൽ ജയ തോൽവികൾ ഒക്കെ നിശ്ചയിക്കുന്നതും, ഒരു വിഷയം തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് എഴുതിയെടുക്കുക തന്നെ വേണം. ഒരു വിഷയത്തിൽ അറ്റൻഡൻസ് കുറഞ്ഞു പോയാൽ ആ വിഷയം മാത്രമായിട്ട് വീണ്ടും ക്ലാസ്സിൽ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകേണ്ടി വരും.
അപ്പോൾ അങ്ങനെ ഓരോ വിഷയത്തിനാണ് ഇവിടെ ഐഡന്റിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ കോഴ്സും, അതായത് ഓരോ വിഷയവും ക്ലാസ്സിലിരുന്ന് പഠിച്ച് യൂണിവേഴ്സിറ്റിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, യൂണിവേഴ്സിറ്റിക്ക് കുട്ടി പഠിക്കുന്ന വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്യണം. എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ വരുന്നുണ്ട്. പരീക്ഷ യൂണിവേഴ്സിറ്റി പരീക്ഷ തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നതിന് ചിലപ്പോൾ 1-2 മാസം മുമ്പ് മുതൽ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് കുട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ അർഹത നേടുവാൻ ഓരോ വിഷയത്തിലും ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായിട്ടും ഓരോ വിഷയത്തിനുമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, മൊത്തത്തിലല്ല. അപ്പോൾ ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയത്തിനും 75% അറ്റൻഡൻസ്, അതായത് ഫിസിക്കലായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്ത് 75%, ആ വിഷയത്തിന് എത്ര മണിക്കൂറാണ് ക്ലാസ് നടന്നിട്ടുള്ളത് അതിന്റെ 75% വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ വിഷയത്തിൽ ആ വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും ആ വിദ്യാർത്ഥി നേരിടാൻ പാടില്ല. എന്ന് വെച്ചാൽ അച്ചടക്ക രാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ആ അച്ചടക്ക രാഹിത്യം അതിൽ പണിഷ്മെന്റ് വരും. ആ പണിഷ്മെന്റ് ഒക്കെ ശിക്ഷയിൽ നിൽക്കുന്ന കാലയളവില് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു സസ്പെൻഷൻ നേരിടേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥി, ദൗർഭാഗ്യം എന്ന് പറയാനായിട്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, അത് വരാതെ നോക്കുവാനും അതുപോലെ നല്ല കുട്ടികളായിട്ട് പഠിക്കുവാനും വിദ്യാർത്ഥികൾ അങ്ങേയറ്റം ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വേണം നമുക്ക് നല്ല എഞ്ചിനീയേഴ്സിനെ വാർത്തെടുക്കുവാൻ. നല്ല എഞ്ചിനീയേഴ്സ് ആയിട്ട് നിങ്ങൾ വന്ന് നമ്മുടെ നാഷൻ ബിൽഡേഴ്സ് ആണ്. നിർമ്മിതി മുഴുവൻ ലോകത്ത് നടക്കുന്നത് ഈ എഞ്ചിനീയേഴ്സ് മുഖാന്തരമാണ്. അങ്ങനെ വരണമെങ്കിൽ പഠനം മാത്രം പോരാ, ആ വിദ്യാർത്ഥി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും ആയിരിക്കണം. അപ്പൊ അച്ചടക്ക രാഹിത്യമായുള്ള കാര്യങ്ങൾ, അടിപിടി, വേറെ അതുപോലെയുള്ള മാൽ പ്രാക്ടീസുകളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അർഹത നഷ്ടപ്പെടും. അപ്പോൾ ഓരോ വിഷയത്തിലും മിനിമം 75% മാർക്ക് അറ്റൻഡൻസ് വേണം എന്ന നിബന്ധന വളരെ കർശനമാണ്. അത് നഷ്ടപ്പെടാതെ തന്നെ നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് സെഷണൽ മാർക്ക് ഇടേണ്ട രീതി, അതിന്റെ മാനദണ്ഡങ്ങൾ, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. സെഷണൽ മാർക്ക് എന്ന് അതിനെ വിളിക്കുന്നു. 40 മാർക്കാണ് ടോട്ടല്. ഓരോ തിയറി കോഴ്സിനാണ് ഇത് പറയുന്നത്. പ്രാക്ടിക്കലിന് ചെറിയ വ്യത്യാസമുണ്ട്. 50 മാർക്കായിരിക്കും. ചില പ്രാക്ടിക്കലിന്, ചില വർക്ക്ഷോപ്പിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഡ്രോയിങ് പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഞാൻ പറയുന്നത് 90% ഉള്ള കോമൺ ആയിട്ട് വരുന്ന തിയറി കോഴ്സുകൾക്കുള്ള സെഷണൽ മാർക്ക് ഇടേണ്ട നിയമമാണ്. അറ്റൻഡൻസിന് 5 മാർക്ക്. അറ്റൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പങ്ക്ച്വാലിറ്റി. ഒരു എഞ്ചിനീയർ വളരെ പങ്ക്ച്വൽ ആയിരിക്കണം. വളരെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്താലേ അടുക്കും ചിട്ടയോടെ അതിന് നല്ല ഫലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് വളരെ കണിശമാണ്. ഇത് നമ്മുടെ പൂർവികന്മാരൊക്കെ വളരെയധികം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ ഈ പഠനം, ഈ പ്രോഗ്രാം, ബിടെക് പഠനം എന്ന് പറയുന്നത് ക്ലാസ് റൂം ഓറിയന്റഡ് ആണ്. ഒരിക്കലും ക്ലാസ് ഇല്ലാതെ ഇങ്ങനെ ഇതായിട്ടോ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിട്ടൊന്നും ഇത് പഠിക്കാൻ സാധ്യമല്ല. ഒരിടത്തും അങ്ങനത്തെ സംവിധാനങ്ങളില്ല. അപ്പോൾ അറ്റൻഡൻസിന് 5 മാർക്ക്, അത് റെഗുലാരിറ്റി അഥവാ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിസിക്കലായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ഓരോ കോഴ്സ്, ഓരോ വിഷയം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന മാർക്കാണ്. ആ മാർക്ക് ഇടുന്ന രീതിയും ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ്സ് തരും. ഓരോ വിഷയത്തിലും പഠിപ്പിക്കുന്ന അധ്യാപകൻ ഓരോ വർക്ക് അസൈൻ ചെയ്യും. ഒരു വർക്ക് എന്നല്ല, ചിലപ്പോൾ പല വർക്കുകൾ. അപ്പോൾ പഠിപ്പിക്കുന്ന വിഷയം സംബന്ധിച്ച് ചില ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് അധ്യാപകര് വിദ്യാർത്ഥികളോട് അത് സോൾവ് ചെയ്തും വർക്കൗട്ട് ചെയ്തും എഴുതി കൊണ്ടുവരാനും ഒക്കെ ആവശ്യപ്പെടും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ തരുന്ന ദിവസം മുതൽ തന്നെ നിങ്ങൾ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് റെഫറൻസ് ബുക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ ശേഖരിച്ചു തുടങ്ങണം. എന്നിട്ട് പറഞ്ഞ സമയത്തെക്കാൾ മുമ്പ്, നമ്മൾ എഞ്ചിനീയേഴ്സ് എപ്പോഴും അതാണ്, ബിഫോർ ടൈം ആണ് ഓരോ പ്രോജക്റ്റ് നമ്മൾ തീർക്കേണ്ടത്. അപ്പോൾ അസൈൻമെന്റ്സിൽ തന്നിരിക്കുന്ന ഓരോന്നും വളരെ നീറ്റായിട്ട് എഴുതി ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാതുള്ളത് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അത് എഴുതി പറയുന്ന ദിവസത്തിനുള്ളിൽ തന്നെ അത്
സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഇവാലുവേഷൻ കഴിഞ്ഞ് തിരിച്ച് ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. അത് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോഴും എല്ലാം ഉപകരിക്കും. ഇനി അസൈൻമെന്റ് ആയിട്ട് ഈ എഴുത്ത് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ സെമിനാർ പോലെ എന്തെങ്കിലും പേപ്പർ പ്രസന്റേഷൻ ചെയ്യാൻ പറയും. ഏതെങ്കിലും ഓരോ ടോപ്പിക് ഓരോ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ട് അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ഇന്ന ദിവസങ്ങളിൽ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് വീതം അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറയും. അത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. കാരണം ആ പ്രസന്റേഷൻ ഒരു വിദ്യാർത്ഥി ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥി തന്നെ ആ വിഷയത്തിൽ ഒരുപാട് പഠനം നടത്തി വരുന്നു. ജെന്യുവനായിട്ട് ആ വിദ്യാർത്ഥി വളരെ വിവരങ്ങൾ ശേഖരിച്ച് അത് വേണ്ട രീതിയിൽ ക്രോഡീകരിച്ചെടുത്ത് നല്ലൊരു പ്രസന്റേഷന് വേണ്ടി ഒരുക്കുന്നു. ഇതുപോലെ സ്ലൈഡൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. എന്നിട്ട് ക്ലാസ്സിൽ വന്ന് മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുമ്പാകെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികളും അതിൽ ശ്രദ്ധിക്കും. അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന്റെ പെർഫോമൻസ് അനുസരിച്ച്, അത് ചെയ്ത രീതി അനുസരിച്ച് അവിടെ അധ്യാപകർ അതിൽ മാർക്കിടും. പിന്നെയുള്ള വേറെ ഒരു രീതി ക്വിസ് നടത്തുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ അധ്യാപകർ ചോദിക്കും. എന്നിട്ട് കുട്ടികളോട് അത് അവരുടെ പേപ്പറിൽ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. അതിന്റെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് തരും. സർപ്രൈസ് ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്ന വേറെ ഒരു അസൈൻമെന്റ് രീതിയുണ്ട്. സർപ്രൈസ് എന്ന് വെച്ചാൽ അത്ഭുതമായിട്ട്, എന്ന് വെച്ചാൽ മുൻകൂർ പറയില്ല. നിങ്ങൾ ചെല്ലുന്ന ഓരോ ദിവസത്തെ പഠനവും സത്യം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും ഒരു ക്ലാസ് പോലും നമ്മൾ മിസ് ചെയ്യരുത്. അതിൽ നമ്മൾ ചെയ്യേണ്ട പഠനങ്ങൾ, വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥി തന്നെ ചെയ്യേണ്ടതാണ്. അധ്യാപകർ നിങ്ങൾക്ക് മാർഗനിർദ്ദേശമാണ് നൽകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വേണം. അല്ലാതെ സ്കൂളിലൊക്കെ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നതുപോലെ എല്ലാ കാര്യങ്ങളും അധ്യാപകരെ പറയുന്നതിന് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തത്തമ്മേ പൂച്ചയായിട്ട് അതുപോലെ റിപ്രൊഡ്യൂസ് ചെയ്ത് പോകലല്ല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അധ്യാപകർ തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾ കൂടുതൽ റെഫറൻസ് ഒക്കെ, ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് അതിൽ നിന്നൊക്കെ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിച്ച് സ്വന്തമായിട്ട് നോട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക. അതാണ് ഏറ്റവും നല്ല പഠന സമ്പ്രദായം. എഴുതി തന്നെ പഠിക്കുക. ചിത്രങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും, ഫോർമുലാസ് ഉണ്ടാവും, ഡെറിവേഷൻ ഉണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും. ഇതെല്ലാം ചെയ്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റുകൂടാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പീഡിലൊക്കെ അത് സോൾവ് ചെയ്ത് ഏത് പരീക്ഷയിലും ഏറ്റവും മുൻപന്തിയിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. ഇനി അസൈൻമെന്റിലെ വേറെ ഒരു രീതി എന്താന്ന് വെച്ചാൽ മൈക്രോ പ്രോജക്റ്റുകളായിട്ട് ചില വിഷയങ്ങൾ, ഇതൊക്കെ ഓരോ വിഷയങ്ങളെ അനുസരിച്ചിരിക്കും. ചില വിഷയങ്ങളിലൊക്കെ അതിന് സ്കോപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ അധ്യാപകർ നിങ്ങളോട് മൈക്രോ പ്രോജക്റ്റുകൾ നിർമ്മിച്ചു കൊണ്ടുവരാൻ പറയും. അതും പറയുന്ന തീയതിക്കുള്ളിൽ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് അത് ചെയ്ത് പെർഫോം ചെയ്ത് അത് കാണിക്കുക, അത് ഡെമോൺസ്ട്രേഷൻ നടത്തി കാണിക്കുക. അതനുസരിച്ച് അവർ അതിനുള്ള മാർക്ക് തരും. കുറഞ്ഞത് 2 അസൈൻമെന്റ്സ് എങ്കിലും നൽകണമെന്ന് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. എന്നിട്ട് അവയുടെ മാർക്കുകളൊക്കെ കൂട്ടി എടുത്തിട്ടാണ് ടോട്ടൽ 15 മാർക്ക് ഇടുന്നത്. പിന്നെ ഉള്ളത് വളരെ പ്രധാനമാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ കലണ്ടറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി കലണ്ടർ എന്താണെന്ന് ഞാൻ പുറകെ പറയുന്നുണ്ട്. ടെസ്റ്റ് 1 ആൻഡ് ടെസ്റ്റ് 2, ആ 2 ടെസ്റ്റുകളും ഓരോന്ന് 10 മാർക്ക് വീതമാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുക, ഇതിൽ കണക്ക് കൂട്ടുക. പക്ഷെ അത് പരീക്ഷയായിട്ട് ക്യാമ്പസിൽ വെച്ച് നടത്തുമ്പോൾ 50 മാർക്കിൽ 1.5 മണിക്കൂർ ഡ്യൂറേഷനിൽ, അതും സിലബസിലെ 2 മോഡ്യൂൾസ് കവർ ചെയ്യുന്നതായിരിക്കും. ആദ്യ 2 മോഡ്യൂൾസ് മുഴുവൻ പഠിപ്പിച്ച് തീരുകയും വേണം. അത് കഴിഞ്ഞിട്ട് നിന്നുള്ള ചോദ്യങ്ങൾ ഇട്ടിട്ട് നടത്തുന്ന ടെസ്റ്റാണ് ടെസ്റ്റ് 1. ടെസ്റ്റ് 2ൽ സിലബസിലുള്ള ശേഷിക്കുന്ന 2 മോഡ്യൂളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 4 മോഡ്യൂളാണ് ഓരോ സിലബസും. അതിലെ ആദ്യ 2 മോഡ്യൂളുകൾ ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ ഇന്റേണൽ ടെസ്റ്റ്, ഇതിനെ ഇന്റേണൽ ടെസ്റ്റ്, സെഷണൽ എക്സാം എന്നൊക്കെ പറയും. അപ്പോൾ അത് സീരീസ് ആയിട്ടാണ് നടത്തുന്നത്. സീരീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 6 വിഷയങ്ങൾ തിയറി കോഴ്സുകൾ പഠിക്കാനുണ്ടെങ്കിൽ ആ 6 എണ്ണം തിങ്കളാഴ്ച രാവിലെ 1, ഉച്ചയ്ക്ക് 1. മൂന്നാമത്തെ കോഴ്സിന്റെ അല്ലെങ്കിൽ വിഷയത്തിന്റെ പരീക്ഷ, ഇന്റേണൽ പരീക്ഷ ചൊവ്വാഴ്ച രാവിലെ, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്. ഇതൊക്കെ 1.5 മണിക്കൂർ ഡ്യൂറേഷൻ. അന്നേ ദിവസം ക്ലാസ് ഉണ്ടാവില്ല. റെഗുലർ ക്ലാസ് നിർത്തിവെച്ചിട്ട് ഈ പരീക്ഷ നടത്തുകയാണ് വേണ്ടത്. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം. അതുപോലെ ബുധനാഴ്ച 3-ാം ദിവസം 5, 6 തുടങ്ങിയ 2 തിയറി വിഷയങ്ങൾ, കോഴ്സുകൾ, അവയുടെ ഇന്റേണൽ ടെസ്റ്റ് നടക്കും. അത്
രണ്ടും തുല്യ പ്രാധാന്യമുള്ളത് തന്നെയാണ്. 10 മാർക്ക് വീതം. ഇതിനൊന്നും റീടെസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിലായിരിക്കും മിക്കവാറും കോളേജുകളിൽ, പിന്നെ കോളേജിലെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പ്രിൻസിപ്പളിന് അധികാരമുണ്ട്. ടൈം ടേബിൾ, ഇതിനുള്ള ടൈം ടേബിളും യൂണിവേഴ്സിറ്റി കലണ്ടറിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും ആ ദിവസങ്ങളിൽ തന്നെ പരീക്ഷകൾ ഇതും നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ വരാതെ കുട്ടികൾ നോക്കുക. അല്ലെങ്കിൽ തന്നെ എഞ്ചിനീയേഴ്സ് എല്ലാം നല്ല ആരോഗ്യം നിലനിർത്തേണ്ടത് അടിസ്ഥാനപരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യുന്ന കാലത്തും നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല നേട്ടങ്ങൾ അവർക്കും അവരും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 5+15+10+10 40 മാർക്ക് അവിടെ തീരുമാനമാകും. 4 മാസം കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന 40 മാർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ്. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അത് എടുത്ത് അത് പരിശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു എഞ്ചിനീയർ ആയിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ജോലി ചെയ്യുന്ന കാലത്തും ഇതുപോലെയുള്ള ധാരാളം വർക്കുകൾ, ഇതിനേക്കാളും വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് നേരിടാനുള്ളത്. അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു റിഹേഴ്സലാണിത്. ഇത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ സെഷണൽ മാർക്ക്, സെമസ്റ്ററിന്റെ അവസാനം ആ സെഷണൽ മാർക്ക് അവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഈ സ്കീമിൽ പെട്ട വിദ്യാർത്ഥികൾക്ക് അതിൽ മിനിമം പറയുന്നില്ല. നേരത്തെ ഉള്ള സ്കീമിലൊക്കെ, അതായത് സീനിയേഴ്സിനൊക്കെ മിനിമം 45% മാർക്ക് ഇല്ലെങ്കിൽ, ഇന്റേണൽ എക്സാമിനേഷൻ ഇന്റേണൽ മാർക്സിലും മിനിമം 45% ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ രജിസ്റ്റർ ചെയ്യാൻ അർഹത ഇല്ല എന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇതിൽ അതില്ല. അതുകൊണ്ട് ഒരു താരതമ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് ചിലപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ എടുത്ത് പറയുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സെഷൻ മാർക്ക് എത്ര ആയി കഴിഞ്ഞാലും, പക്ഷെ അവിടെ വേറെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഇന്റേണൽ മാർക്ക് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് അത് മേക്കപ്പ് ചെയ്ത് അതിന്റെ ആ കുറവും കൂടി നികത്തിയുള്ള എക്സ്ട്രാ മാർക്കുകൾ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഒരിടത്തും നമ്മൾ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ.